ഹായ് ഗേസ്, ഇന്ന് നമുക്കൊരു പുതിയ സാധനത്തെ ഇന്ന് പരിചയപ്പെട്ടാലോ. ഇതെന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇത് ഒരു സ്റ്റെബിലൈസറാണ്, AC-യുടെ സ്റ്റെബിലൈസർ. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഔട്ട്പുട്ട് വരുന്നില്ല. ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ, നമ്മൾ കറണ്ടിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ റെഡ് ലൈറ്റ് കത്തും, ഔട്ട്പുട്ട് ഗ്രീൻ ലൈറ്റ് വരത്തില്ല. ഔട്ട്പുട്ടിലും റെഡ് ലൈറ്റ് കത്തും, രണ്ടിലും റെഡ് ലൈറ്റ് ആണ്. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഔട്ട്പുട്ട് റെഡ് ലൈറ്റ് കത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആകുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഇൻപുട്ടും റെഡ് ലൈറ്റ് കത്തുന്നു, ഔട്ട്പുട്ടും റെഡ് ലൈറ്റ് കത്തുന്നു എന്ന് പറയുമ്പം അതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ടൈമർ സർക്യൂട്ടിൻ്റെയോ അനുബന്ധ റിലേയുടെയോ പരാജയ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണയായി റിലേയുടെയോ അതിൻ്റെ ടൈമർ സർക്യൂട്ടിൻ്റെയോ കപ്പാസിറ്ററുകളെല്ലാം പോയിരുന്നാൽ അല്ലെങ്കിൽ വീക്കായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതെന്ത് കുഴപ്പം കൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടുതലായി വരുന്നത് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ഇതിനകത്തൊരു 5-6 കപ്പാസിറ്റർ കാണും സർക്യൂട്ട് ബോർഡിൽ. ആ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളെല്ലാം സ്ട്രെയിറ്റ് തന്നെ പെട്ടെന്ന് റെഡിയാകും. അപ്പോൾ ആ കപ്പാസിറ്റർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇത് ഒരു AC-യുടെ സ്റ്റെബിലൈസറാണ്. ഇതിൻ്റെ ശരിയായ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരുന്നില്ല. ഓണാകും, ഔട്ട്പുട്ട് വരുന്നില്ല, കട്ട് ഓഫ് ആകുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണായിട്ട് ചിലപ്പോൾ കട്ട് ഓഫ് ആയി പോവുകയാണ്. ഇപ്പോൾ തണുപ്പെല്ലാം മാറി തുടങ്ങിയതുകൊണ്ട് AC-യുടെ സ്റ്റെബിലൈസറിന് ഉപയോഗം കൂടാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ചെയ്ത് വെക്കേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താണ് കുഴപ്പം എന്നുള്ളത് ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് പോർഷൻ ഇവിടെയാണ്. ഔട്ട്പുട്ട് കണക്ടറാണ്. ഔട്ട്പുട്ടിലേക്ക് കറണ്ട് വരത്തില്ല. നമുക്കൊന്ന് കറണ്ടിൽ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ഗ്രൗണ്ട് ഇല്ലാതെ ഡയറക്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസെർട്ട് ചെയ്യുകയാണ് പവർ സപ്ലൈ. സ്വിച്ച് ഓൺ ചെയ്യുന്നു. ജസ്റ്റ് വന്നിട്ട് കട്ടായി പോവുകയാണ്. ഔട്ട്പുട്ട് കട്ട് ഓഫ് ആയി നിൽക്കുകയാണ്. നോർമലായിട്ട് വരണമെങ്കിൽ ഗ്രീൻ വരണം. ഗ്രീൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് വരികയുള്ളൂ. പിന്നെ ടൈം ഡിലേ ഉണ്ട്. നമ്മൾ ഇൻപുട്ട് കൊടുത്ത് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരണമെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിലാണ് ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ ഇത് കട്ട് ഓഫ് ആവുകയാണ്. യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഇതെന്ത് കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നേരിട്ട് ഇതിൽ പ്രോബ്ലമുള്ള സ്പെയറുകൾ മാത്രം മാറ്റി പെട്ടെന്ന് റെഡിയാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. മിക്ക സ്റ്റെബിലൈസറുകളിലും, പ്രത്യേകിച്ച് റെഫ്രിജറേറ്റർ, AC, TV-ക്കുള്ള സ്റ്റെബിലൈസറിൽ ടൈം ഡിലേ കുറവാണ്. അല്ലാതെ റെഫ്രിജറേറ്ററിനും AC-ക്കൊക്കെ ഉള്ള സ്റ്റെബിലൈസറുകളിനകത്ത് ഒരു ടൈം ഡിലേ സർക്യൂട്ട് ഉണ്ടാകും. ഈ ഡിലേ സർക്യൂട്ട് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന കറണ്ട് വേരിയേഷനുകൾ. ഇപ്പോൾ ഫ്രിഡ്ജ് വർക്കായിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി. കറണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫ്രിഡ്ജ് ഓൺ ആകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ചിലപ്പോൾ ഹൈ വോൾട്ടേജ് ഉണ്ടാകും. ഇങ്ങനെ സർജ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടൈം ഡിലേ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഡിലേ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ ഓൺ ആകത്തില്ല, ഔട്ട്പുട്ട് വരത്തില്ല. സ്ക്രൂ എല്ലാം 4 സ്ക്രൂ അഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളാരും ഇത് അനുകരിക്കാൻ പാടില്ല. ഇലക്ട്രോണിക്സിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഉള്ളവർ മാത്രം ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക. സ്ക്രൂ എല്ലാം അഴിച്ചു. നേരെയുള്ള കവർ ഓപ്പൺ ചെയ്യുക. ഈ സൈഡിലൊരു സീല് കാണും, അതുകൂടെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതാണ് സ്റ്റെബിലൈസറിൻ്റെ ഇൻസൈഡ്. ഇത് റിലേ കൺട്രോളിംഗ് ബോർഡ്. ഇത് ബോർഡിൻ്റെ ബാക്ക് സൈഡ്, കൺട്രോളിംഗ് IC എല്ലാം ഇരിക്കുന്ന സൈഡ്. ഇത് ബോർഡിൻ്റെ മറു സൈഡ്. ഇപ്പോൾ ഇത് കട്ട് ഓഫ് ആകുന്നതിൻ്റെ മെയിൻ റീസൺ ഈ കപ്പാസിറ്ററുകളെല്ലാം
വീക്കായിട്ടുണ്ടാകും. അപ്പോൾ ഒരു കപ്പാസിറ്ററായിട്ട് മാറ്റേണ്ട കാര്യമില്ല. ഇതിൽ എത്ര കപ്പാസിറ്റർ ഉണ്ടോ അത്രയും കപ്പാസിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആകും. ഡയറക്റ്റ് ആ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റിലേ ടക്ക് 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 എന്ന് ചിലപ്പോൾ അടിച്ചുകൊണ്ടിരിക്കും. ആ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കപ്പാസിറ്റർ മാറ്റിക്കഴിഞ്ഞാൽ ഈ സ്റ്റെബിലൈസർ റെഡിയായി കഴിഞ്ഞു. എങ്ങനെ റെഡിയാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കാണിക്കും. ഇത് സർക്യൂട്ടിൻ്റെ മെയിൻ ഫിൽറ്ററാണ് ഇപ്പോൾ ഊരി വെച്ചിരിക്കുന്നത്. മെയിൻ ഫിൽറ്റർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു. പകരം വേറെ കപ്പാസിറ്റർ, പുതിയ കപ്പാസിറ്റർ ഇടേണ്ടതാണ്. ഇത് 470 UF 40 വോൾട്ട് അല്ലെ 50 വോൾട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ കിടക്കുന്ന 40 വോൾട്ടാണ്. 50 വോൾട്ടും യൂസ് ചെയ്യാം നമുക്ക്. കിടന്ന ഫിൽറ്ററിങ്ങിനുള്ള 5 കപ്പാസിറ്റർ മാറ്റി. ഇനി ബോർഡ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ബോർഡെല്ലാം ഫിക്സ് ആക്കി കണക്ടറും കണക്ട് ചെയ്തു. ഇനി നമുക്ക് കറണ്ടിലൊന്ന് കുത്തി നോക്കാം എങ്ങനെ ഫങ്ഷൻ ആകുന്നു എന്നുള്ളത്. ഡിസ്പ്ലേ കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഔട്ട്പുട്ട് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇത് കറക്റ്റായിട്ട് വർക്കാകുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ ടെസ്റ്റിംഗ് പോയിന്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ ടെസ്റ്റിംഗ് പോയിന്റ് ഞാനൊരു ടെസ്റ്റർ വെച്ച് 2 ലെഗ് കൂടെ ഷോർട്ട് ചെയ്ത് നോക്കും. ഇതാണ് ടെസ്റ്റിംഗ് പോയിന്റ്. ഇത് രണ്ടും കൂടെ ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കുന്നു. ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്നറിയാം. ഓഫ് ചെയ്തു, ഓൺ ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് വരണം. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ യൂണിയൻ സിന്ദാബാദ്. സമരം ചെയ്യും, സമരം ചെയ്യും. കപ്പാസിറ്റർ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളുടെ ഫിൽറ്റർ ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ AC ഓണാകില്ല. ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞു. അതായത് ഒരു 3.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് വന്നു. അപ്പോൾ വർക്കിംഗ് എല്ലാം കറക്റ്റാണ്. ഔട്ട്പുട്ട് പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജും കറക്റ്റായിട്ട് വരും. സ്റ്റെബിലൈസർ നമ്മളുടെ റെഫ്രിജറേറ്ററിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഉടനെ തന്നെ ഓൺ ആകുകയാണ്. അതായത് ടൈം ഡിലേ ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഓൺ ആകുകയാണെങ്കിൽ അതും സ്റ്റെബിലൈസറിൻ്റെ പ്രോബ്ലമാണ്. കാരണം ടൈം ഡിലേ ഉള്ള സ്റ്റെബിലൈസർ ടൈം ഡിലേ കാണിക്കണം. കറണ്ട് പോയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൺ ആകാൻ പാടില്ല. അങ്ങനെ ഓൺ ആകുന്നുണ്ടെങ്കിൽ അത് ടൈം ഡിലേയുടെ സർക്യൂട്ടിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പോഴും നമ്മുടെ സ്റ്റെബിലൈസർ റെഡി ചെയ്യേണ്ടിയിരിക്കും. മീറ്റർ AC-യിലിട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 245.2 വോൾട്ട്. ഫങ്ഷൻ കറക്റ്റാണ്, വർക്കാവുന്നുണ്ട്, ഔട്ട്പുട്ടും വരുന്നുണ്ട്. അങ്ങനെ കപ്പാസിറ്ററിനെ പഴക്കം ചെന്നതിനെ ഊരി മാറ്റി പുതിയതിട്ട് കഴിഞ്ഞപ്പം AC സ്റ്റെബിലൈസറും വർക്കാകാൻ തുടങ്ങി, ACയും വർക്കാകാൻ തുടങ്ങി. ഇത് ഈസി ആയിട്ട് റെഡി ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവിയൽ ഡയറീസിന് വേണ്ടി ജയപ്രകാശ്.